തിരൂർ പുറത്തൂർ പടിഞ്ഞാറേക്കരയിൽ ഭാര്യയെ കൊന്ന് ചാക്കിൽ കെട്ടി പുഴക്കരയിൽ തള്ളിയ സംഭവത്തിൽ പ്രതിയായ ഭർത്താവ് ഹുസൈനെ തെളിവെടുപ്പിനായി എത്തിച്ചപ്പോൾ നാടകീയ സംഭവങ്ങളാണ് അരങ്ങേറിയത്. രോഷാകുലരായ ജനക്കൂട്ടം ഹുസൈന് നേരെ ആക്രോശത്തോടെ പാഞ്ഞെടുക്കുകയും ആക്രമിക്കാൻ തുനിയുകയും ചെയ്തു. സ്ത്രീകളും കുട്ടികളും അടക്കമാണ് പ്രതിക്കുനേരെ രോഷാകുലരായത്. കൊല നടത്തിയ കടപ്പുറത്തും പിന്നീട് മൃതദേഹം ചാക്കിൽ കെട്ടിത്തള്ളിയ പുഴക്കരയിലും പിന്നീട് ഹുസൈന്റെ വീട്ടിലും തെളിവെടുപ്പിനായി ഹുസൈനെ എത്തിച്ചു. വീട്ടിൽ നിന്ന് തെളിവെടുപ്പ് കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന സമയമാണ് സ്ത്രീകളടക്കമുള്ളവർ ഹുസൈനെ ആക്രമിക്കാനായി അടുത്തത്. ഒടുവിൽ പോലീസുകാർ ഏറെ പണിപ്പെട്ടാണ് ഹുസൈനെ തിരികെ വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോയത്. ജനരോഷമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വൻ പോലീസ് സന്നാഹം ഒരുക്കിയിരുന്നു. 50ഓളം പോലീസുകാരെയാണ് സുരക്ഷയ്ക്കായി വിന്യസിച്ചിരുന്നത്. തിരൂർ CI ജലീൽ കറുത്തേടത്തിന്റെ നേതൃത്വത്തിലാണ് പോലീസ് സംഘം ഹുസൈനുമായി തെളിവെടുപ്പ് നടത്തിയത്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഫൗസിയയെ ഭർത്താവിനൊപ്പം വീട്ടിൽ നിന്ന് കാണാതായത്. പുലർച്ചെ വീട്ടിൽ നിന്ന് ഹുസൈൻ ഫൗസിയയെയും വിളിച്ച് പുറത്തു പോവുകയായിരുന്നു. രാത്രിയായിട്ടും തിരിച്ചെത്താതിരുന്നതോടെ മക്കൾ പോലീസിൽ പരാതി നൽകി. അന്വേഷണം നടക്കുന്നതിനിടെ വെള്ളിയാഴ്ച ഉച്ചയോടെ പടിഞ്ഞാറേക്കര ജെട്ടി ലൈനിൽ ചാക്കിൽ കെട്ടിയ നിലയിൽ ഫൗസിയയുടെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് ഭർത്താവ് ഹുസൈനായി തിരച്ചിൽ നടക്കുന്നതിനിടെ കണ്ണൂരിൽ നിന്ന് ബസ്സിൽ തിരിച്ചു വരികയായിരുന്ന ഹുസൈനെ പോലീസ് ജീപ്പ് ബസ്സിന് കുറുകെയിട്ടാണ് പിടികൂടിയത്. ഈ ചാനൽ ന്യൂസ് തിരൂർ. ഇടനെഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി ചിറകു വിരിച്ചു പറക്കാം. എംപയർ കോളേജ് ഓഫ് സയൻസ്. Empire College of Science, Moondal, Kuttipuram, Malappuram.